ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോ ഇറക്കിയപ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ് നമ്മൾ വീടുകളിൽ എങ്ങനെയാ BSF ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. വന്നോളൂ. ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പം എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ബയോബിൻ ആണ്. ഇതിപ്പം പഞ്ചായത്തുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പം ബയോബിൻ എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പെയിന്റ് ബക്കറ്റ് എടുക്കുക. ഇതിന് ചുറ്റും ഈ ബയോബിനിൽ ഇട്ടതുപോലെ ചുറ്റിനും ഹോൾസ് മാത്രം ഇടുക. അടിയിൽ ഹോൾസ് ഇടാൻ പാടില്ല. ചുറ്റിനും മാത്രം ഹോൾസ് ഇട്ടിട്ട് അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഇനോക്കുലം, ഇത് വന്നിട്ട് നമ്മുടെ ഈസി കമ്പോസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ള ഇനോക്കുലം ആണ്. അപ്പം ഇത് ഇനോക്കുലം ആദ്യം നമ്മളൊന്ന് വെതറി കൊടുക്കണം. ഇനോക്കുലം ഇട്ടതിന് ശേഷം നമ്മൾ വേസ്റ്റിനെ, ഇതിപ്പം നമ്മളിവിടെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വീട്ടിലെ വേസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ വേസ്റ്റ് ദിവസേന വരുന്ന വേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും. ഒരു ലെയർ ആദ്യം വേസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും ഇനോക്കുലം ഇടുക. കുറേശ്ശെ ഇട്ടാൽ മതി. ഇതിനൊന്ന് കവർ ചെയ്യുന്ന രീതിക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്മെല്ല് പുറത്തേക്ക് വരത്തില്ല. ഇത് ഇട്ടതിന് ശേഷം ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അടുത്ത ദിവസത്തെ വേസ്റ്റ് ഇതേപോലെ നമുക്ക് ഇട്ടിട്ട് ഇനോക്കുലം ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ ഞങ്ങൾ ഇവിടെ ചെയ്തത് ഞങ്ങൾ കാണിച്ചു തരാം. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൽ BSF ഉണ്ടാവും. ആ BSF-നെ കോരി നമുക്ക് തീറ്റയായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബിന്നിപ്പം ഒരാഴ്ചയായി. ഞങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വെച്ചേക്കുന്നതാണ്. ഇതിലിപ്പം എന്താ BSF ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് BSF കാണാൻ പറ്റും. കണ്ടോ, ഈ പുഴുനെയാണ് BSF എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് കോരി, ഇതേപോലെ ഒരു ചവറുവരണ്ടി എന്തെങ്കിലും വെച്ച് നമുക്ക് കോരി എടുത്ത് നമുക്ക് കോഴിക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന തന്നെ ഇതിൽ നമ്മൾ ഇനോക്കുലം ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമുക്ക് നീറ്റായിട്ട് ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇനോക്കുലം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ BSF ഉണ്ടാക്കാവുന്നതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് കോഴിയെ വളർത്താനും പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ഗുഡ് ബൈ.